ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ PYQ സെക്ഷൻ ചെയ്യുമായിരുന്നു അല്ലേ. അപ്പോൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ്, ബെവ്കോ, LDC, BFA എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ട് നന്നായിട്ട് പഠിക്കുക. ഈ വർഷം തന്നെ ജോലിയിൽ കയറാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. PYQ സെക്ഷൻ ഇന്നലത്തെ ബാക്കിയാണേ. ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണെന്നാണ് ചോദ്യം. പറയാമോ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എങ്ങനെയാണ്? അധ്യക്ഷനും 2 അംഗങ്ങളുമാണുള്ളത് അല്ലേ. ടോട്ടൽ 3 അല്ലേ. ഒരു അധ്യക്ഷനും 2 അംഗങ്ങളുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാർ രൂപീകരിക്കണമെന്ന് പറയുന്ന മനുഷ്യാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണെന്ന് പറയാമോ? അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാർ രൂപീകരിക്കണം എന്ന് പറയുന്ന മനുഷ്യാവകാശ നിയമത്തിലെ വകുപ്പ് 21-1 കേട്ടോ. 21-1. ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം ബംഗാളാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നിയമം മൂലം വന്ന ഒരു കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നാണ് നിലവിൽ വരുന്നതെന്ന് ചോദിച്ചാൽ 1993 ഒക്ടോബർ 12 അതിലെ അംഗങ്ങളുടെ എണ്ണം, ടോട്ടൽ അംഗങ്ങൾ എത്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ? 6 അംഗങ്ങളാണ് അല്ലേ. 6 അംഗങ്ങളാണ്. ഓക്കെ, കിട്ടുമല്ലോ. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എടുക്കുകയാണെങ്കിൽ അത് എത്ര അംഗങ്ങളാണെന്ന് ചോദിച്ചാൽ 3 ആണ്. അധ്യക്ഷനും ഉണ്ട്, 2 അംഗങ്ങളും. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ചോദിക്കാറുണ്ട്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? പറയാമോ? ആൻസർ പറയാമോ? ആൻസർ ഉദ്യോഗസ്ഥ വൃന്ദം അല്ലേ. ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാലും അത് ഉദ്യോഗസ്ഥ വൃന്ദമാണ് അല്ലേ. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. എന്താണ്? രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ വരുന്നത്. ഓക്കെ അല്ലേ. എന്താണ് ഇവരുടെ സവിശേഷതകൾ? ചോദിക്കാറുണ്ട്. സവിശേഷതകൾ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളാണ്. ഒന്നാമത്തത് ശ്രേണീപരമായ സംഘാടനം. എന്താണ് ശ്രേണീപരമായ സംഘാടനം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്നോറും കൂടുതൽ ഉദ്യോഗസ്ഥരും. മനസ്സിലായോ? നമുക്കറിയാം, ഒരു ഓഫീസിൽ പോവുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ബാങ്കിൽ പോവുകയാണെങ്കിലും ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ, അതിന് മുകളിൽ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, പിന്നെ മാനേജർ, അങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും, താഴെ തലങ്ങളിലേക്ക് വരുന്നതോറും കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളുന്ന ഒരു രീതി. അതാണ് ശ്രേണീപരമായ സംഘാടനം. രണ്ടാമത്തെ പ്രത്യേകത സ്ഥിരതയാണ്. സ്ഥിരത. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. ഓക്കെ, ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ട്. അതാണ് സ്ഥിരത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനമാണ് അല്ലേ. ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അധ്യക്ഷനായിട്ട് നിയമിതരാകണമെങ്കിൽ നിശ്ചിത യോഗ്യത വേണം അല്ലേ. അപ്പം അങ്ങനെ യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനമാണ് എത്രാമത്തെ പ്രത്യേകതയായിട്ട് വരുന്നത്? മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രാഷ്ട്രീയ നിഷ്പക്ഷതയാണ്. അതായത് കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. കക്ഷി രാഷ്ട്രീയം എന്തിൽ വരാൻ പാടില്ല? ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ ഒരു തടസ്സം വരാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് രാഷ്ട്രീയ നിഷ്പക്ഷത കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ വൈദഗ്ധ്യമാണ് അവസാനമായിട്ട് പറയുന്ന സവിശേഷതയാണ് വൈദഗ്ധ്യം. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. അല്ലാണ്ട് ഒന്നും അറിയില്ലാത്തവരെ കൊണ്ടുപോയി ബാങ്ക് മാനേജറാക്കി വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഏത് സ്ഥാനത്താണോ ഇരിക്കുന്നത് ആ ഉദ്യോഗസ്ഥന് ആ തൊഴിലിൽ എന്ത് വേണം? വൈദഗ്ധ്യം വേണം എന്നാണ് പറയുന്നത്. അതാണ് വൈദഗ്ധ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ ഒന്നുകൂടെ പറയാം. ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, ഈ രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. ഓക്കെ അല്ലേടാ? കിട്ടുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ,
ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇ ഗവേണൻസ് പറയാമോ? എന്താണ് ഇ ഗവേണൻസ്? പല പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗത്തെയാണ് എന്ത് പറയുന്നത്? ഇ ഗവേണൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന് ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവിനെ എന്താ വിളിക്കുന്നത്? ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവിനെ നമ്മൾ ഇ സാക്ഷരത എന്ന് വിളിക്കും. ഇ സാക്ഷരത. ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏതാണെന്ന് അറിയാമോ? നമുക്കറിയാം അല്ലേ, നമ്മൾ ഇപ്പോൾ ഒരു PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നത് അയക്കണമെങ്കിൽ നമ്മൾ എവിടെ പോകും? ഒന്നല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് അയക്കും, അല്ലെങ്കിൽ എവിടെ പോകും? അക്ഷയയിൽ പോകും അല്ലേ. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ എന്തൊരു ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിലും ഇപ്പോൾ അതിന് എവിടെ പോകണം? നമുക്ക് അക്ഷയയിൽ പോകണം. ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രങ്ങൾ. എന്താണ് അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നുള്ളതാണ്. എന്താണ്? ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നുള്ളതാണ് അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യം എന്ന് ഓർക്കുക. ഓക്കെ അല്ലേ? കിട്ടുമോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് എന്തെന്നറിയപ്പെടുന്നത്? ഈ ഗവേണൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റിന്, വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കണം? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് പ്രചരണ പരിപാടി അവസാനിപ്പിക്കണം? എത്ര മണിക്കൂർ മുമ്പാണ്? 48 മണിക്കൂറാണ്. 24 മണിക്കൂർ എന്നൊക്കെ ഓപ്ഷനിൽ കാണും, എഴുതരുത്. ആൻസർ ഏതാണ്? 48 മണിക്കൂറാണ്. നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ പാർലമെന്റിന് അധികാരം നൽകുന്ന ഒരു വകുപ്പുണ്ടല്ലോ, ഏതാണെന്ന് പറയാമോ? നിയമസഭകളിലേക്കുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ പാർലമെന്റിന് അധികാരം നൽകുന്ന വകുപ്പ് ചോദിച്ചാൽ ആർട്ടിക്കിൾ 327 ആണ്. 327 327. നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്ക് അധികാരം നൽകുന്ന വകുപ്പാണ് 328 എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ്? നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്ക് അധികാരം നൽകുന്ന വകുപ്പ് 328. ഇനി തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ കോടതികളുടെ ഇടപെടലിനെ പറ്റി പറയുന്ന വകുപ്പ് ഏതാ? അത് 329 ആണ്. ഓക്കെ. തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ കോടതികളുടെ ഇടപെടൽ തടയുന്ന വകുപ്പ് ഏതാണ്? അനുച്ഛേദം 329 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ 3 വകുപ്പ് പറഞ്ഞു, 327, 328, 329. എന്താണ് 327 എന്ന് പറഞ്ഞാൽ? നിയമസഭകളിലേക്കുള്ള ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ പാർലമെന്റിന് അധികാരം കൊടുക്കുന്ന വകുപ്പാണ് 327. ഇനി 328 എന്താണ്? നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്ക് അധികാരം നൽകുന്ന വകുപ്പാണ് 328 എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ തടയുന്ന വകുപ്പ് കേട്ടോ, ഇടപെടൽ തടയുന്ന വകുപ്പാണ് 329 എന്ന് പറയുന്നത്. ഇനി 329A ഉണ്ട്. എന്താണ് സംഭവം? 329A എന്താ പറയുന്നത്? പ്രധാനമന്ത്രിയുടെയും സ്പീക്കറുടെയും കാര്യത്തിൽ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പ്രത്യേക വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണ്. എന്താണ്? പ്രധാനമന്ത്രിയുടെയും സ്പീക്കറുടെയും കാര്യത്തിൽ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പ്രത്യേക വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് 329A ആണ്. ഓക്കെ. അത് വന്നത് 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെന്ന് കൂടെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, കിട്ടുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തേക്ക് പോവാണേ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്രയാണ്? വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴയാണ്. എത്ര രൂപ വീതമാണ് ഓരോ ദിവസവും കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ 250 രൂപ വീതമാണ് അല്ലേ. 250 ആണ് ആൻസർ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ വിവരാവകാശ നിയമത്തിൽ വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എന്ത് കിട്ടും? ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ പിഴ കിട്ടും അല്ലേ. അതിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? ഏതാ വകുപ്പ്? വകുപ്പ് 20 പറയുന്നത്. എന്നൂടെ, വിവരാവകാശ നിയമത്തിൽ വിവരങ്ങൾ കൊടുക്കുന്നതിൽ എന്തെങ്കിലും കാലതാമസം ഉണ്ടായാൽ ആ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ പിഴയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? വകുപ്പ് 20 ആണ്. ഓക്കെ അല്ലേ? കേന്ദ്ര രഹസ്യാന്വേഷണ സംഘടനകൾ മനുഷ്യാവകാശ ലംഘനം നടത്തിയാൽ ബന്ധപ്പെട്ട വിവരങ്ങൾ 45 ദിവസത്തിനുള്ളിൽ നൽകണം എന്ന് പറയുന്ന വകുപ്പ് ഏതാ? കേന്ദ്ര രഹസ്യാന്വേഷണ സംഘടനകൾ മനുഷ്യാവകാശ ലംഘനം നടത്തുകയാണെങ്കിൽ ആ വിവരങ്ങൾ 45 ദിവസത്തിനുള്ളിൽ നൽകണം എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 24 എന്ന് പറയുന്നത് കേട്ടോ. വകുപ്പ് 24 അതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ,
ഇനി വിവരാവകാശവുമായി ബന്ധപ്പെട്ട നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന് ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം, അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? വകുപ്പ് 27 ഒന്നുകൂടെ, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന് ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം പറയുന്ന വകുപ്പ് ഏതാണ്? 27. അപ്പോൾ നമ്മൾ 3 ആർട്ടിക്കിൾ ഇവിടെ പഠിച്ചു, 20, 24, 27. ഞാൻ ഒന്നുകൂടെ പറയാൻ പോവാണ്, ശ്രദ്ധിക്കുക. വിവരാവകാശ നിയമത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന പിഴ അല്ലെങ്കിൽ ശിക്ഷയെപ്പറ്റി പറയുന്ന വകുപ്പാണ് 20. ഇനി കേന്ദ്ര രഹസ്യാന്വേഷണ സംഘടനകൾ മനുഷ്യാവകാശ ലംഘനം നടത്തിയാൽ ബന്ധപ്പെട്ട വിവരങ്ങൾ 45 ദിവസത്തിനുള്ളിൽ നൽകണമെന്ന് പറയുന്ന വകുപ്പ് 24. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന് ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം, അത് ഏത് വകുപ്പാണ്? വകുപ്പ് 27. ഓക്കെ, വിവരാവകാശ നിയമം നിലവിൽ വരുന്നു 2005 അല്ലേ? ഇതിനുവേണ്ടി പ്രയത്നിച്ചൊരു സംഘടനയുണ്ടല്ലോ, MKKS അല്ലേ, മസ്തൂർ കിസാൻ ശക്തി സംഘടൻ, അരുണ റോയിയുടെ നേതൃത്വത്തിലാണ് ഈ സംഘടന. അത് നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ്? ഭരണഘടനയിൽ നിന്നും എപ്പോഴും ചോദിക്കാറുണ്ട്, ഒരാശയം തന്നിട്ട് അത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണെന്ന് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ സമത്വം എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത്? പറയാമോ? ഫ്രാൻസ് അല്ലേ? നമുക്കറിയാം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇത് 3 അല്ലേ ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഉപരാഷ്ട്രപതിക്ക് ഉപരിസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ സ്ഥാനം, ആ ഒരാശയം എവിടെ നിന്നാണ് കടംകൊണ്ടിരിക്കുന്നത്? ഉപരാഷ്ട്രപതിക്ക് ഉപരിസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ സ്ഥാനം എന്ന ആശയം കടംകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് അല്ലേ? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? അറിയാമോ? എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്ഷേമരാഷ്ട്രമാണ് അല്ലേ? ക്ഷേമരാഷ്ട്രമാണ്. ഇനി നമുക്കറിയാം, നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ DPSP ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് 4ാം ഭാഗത്തിലാണ് വരുന്നത് അല്ലേ? നിർദ്ദേശത്വങ്ങൾ ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ 36 മുതൽ 51 വരെയാണ്. ഇത് ന്യായവാദത്തിന് അർഹമാണോ? അല്ല. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. ഓക്കെ, ഇനി അതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ന്യായവാദ അർഹമല്ലാത്ത ചില അവകാശങ്ങളുണ്ട്, അതിനെപ്പറ്റിയാണ് പറയുന്നത്. മതിയായ ഉപജീവന മാർഗം, അതുപോലെ പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം, സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം, തൊഴിലിനുള്ള അവകാശം. ഓക്കെ, ശിശുപരിപാലനവും 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും, ഇത്രയും എന്താണ്? നിർദ്ദേശക തത്വങ്ങളിൽ ന്യായവാദ അർഹമല്ലാത്ത അവകാശങ്ങളാണ്. ഒന്നുകൂടെ പറയാം, മതിയായ ഉപജീവന മാർഗം, പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം, സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം, തൊഴിലിനുള്ള അവകാശം, പിന്നെ ശിശുപരിപാലനം, 6 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും. ഇത്രയാണ് കേട്ടോ, ഓർത്തി വെച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ആരാണ്? പറയാമോ? ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ആരാണ്? സ്പീക്കറാണ് അല്ലേ? ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് നോക്കുന്ന ആരാണ്? സ്പീക്കറാണ്. ഓക്കെ, ധനബില്ലുമായി ബന്ധപ്പെട്ട് പ്രത്യേക നടപടിക്രമങ്ങളൊന്നും ഒരു ധനബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നും പറയുന്നൊരു വകുപ്പുണ്ട്. അത് ഏതാ? ധനബില്ലുമായി ബന്ധപ്പെട്ട പ്രത്യേക നടപടിക്രമങ്ങൾ. അതുപോലെ തന്നെ ധനബില്ല് എവിടെ അവതരിപ്പിക്കാൻ പറ്റില്ല? രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദം ഏതാ? 109 ആണ് കേട്ടോ. അനുച്ഛേദം 109 അങ്ങനെ പറയുന്നത്. ഓക്കെ, നിയമനിർമ്മാണ സഭയുടെ ലഘുരൂപം എന്നറിയപ്പെടുന്നത് എന്താ? നിയമനിർമ്മാണ സഭയുടെ ലഘുരൂപം എന്നറിയപ്പെടുന്ന കമ്മിറ്റികളാണ്. നിയമനിർമ്മാണ സഭയുടെ ലഘുരൂപം എന്നറിയപ്പെടുന്ന കമ്മിറ്റികളാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ധനകാര്യ ബില്ല് എപ്പോഴും ലോകസഭയിൽ നമ്മൾ അവതരിപ്പിക്കുകയുള്ളൂ ആദ്യം അല്ലേ? അപ്പോൾ അങ്ങനെ ധനകാര്യ ബില്ല് ആണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്ന ആരാണ്? അത് സ്പീക്കറാണ്. അതുപോലെ ഈ ധനബില്ലുമായി ബന്ധപ്പെട്ട പ്രത്യേക നടപടിക്രമങ്ങളെക്കുറിച്ചും രാജ്യസഭയിൽ അത് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? അത് ആർട്ടിക്കിൾ 109 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനത്തെ എന്താ പറയുന്നത്? പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂൾ ഓഫ് ലോ ആണോ? ജുഡീഷ്യൽ റിവ്യൂ ആണോ? ഇംപീച്ച്മെന്റ് ആണോ? വോട്ട് ഓൺ അക്കൗണ്ട് ആണോ?
ഇത്രയാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഏതാണ്? ജുഡീഷ്യൽ റിവ്യൂ ആണ് അല്ലെ. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനത്തെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. നമുക്കറിയാം അനുച്ഛേദം 13 അല്ലെ, ആർട്ടിക്കിൾ 13 എന്തിനെ പറ്റിയാ പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റിയാ പറയുന്നത് അല്ലെ. അപ്പൊ മൗലിക അവകാശങ്ങളെ അവഹേളിക്കുന്നതും അവയോട് പൊരുത്തപ്പെടാത്തതുമായ നിയമങ്ങൾ നിലനിൽക്കുന്നില്ല അല്ലെ എന്ന് പറയുന്ന ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ അത് അതിന്റെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചത് അത് 13 അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ അതാണ്. മൗലിക അവകാശങ്ങളെ അവഹേളിക്കുന്നതും അവയോട് പൊരുത്തപ്പെടാത്തതുമായ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പറയുന്ന ജുഡീഷ്യൽ റിവ്യൂവിന്റെ വകുപ്പാണ് 13 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഭരണഘടനയിൽ എവിടെയെങ്കിലും ജുഡീഷ്യൽ റിവ്യൂ എന്നൊരു വാക്ക് പറയുന്നുണ്ടോ? പറയുന്നില്ലല്ലോ അല്ലെ. ഭരണഘടനയിൽ എവിടെയും ജുഡീഷ്യൽ റിവ്യൂ എന്ന വാക്ക് പറയുന്നില്ല, പ്രതിപാദിക്കുന്നില്ല. ഓക്കെ, ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾക്ക് ജുഡീഷ്യൽ റിവ്യൂ ബാധകമാണോ എന്നൊരു ചോദ്യം വന്നാൽ ബാധകമല്ല കേട്ടോ. ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾക്ക് ജുഡീഷ്യൽ റിവ്യൂ ബാധകമല്ല. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കുന്ന ഭേദഗതികൾക്ക് എന്ത് ബാധകമാണ്? ജുഡീഷ്യൽ റിവ്യൂ ബാധകമാണ്. ഒന്നുകൂടെ, ഭരണഘടനാ ഭേദഗതി ഉണ്ടല്ലോ, ആ നിയമങ്ങൾക്കൊന്നും ജുഡീഷ്യൽ റിവ്യൂ ബാധകമല്ല. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കുന്ന ഭേദഗതികളുണ്ട് അല്ലെ. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കുന്ന ചില ഭേദഗതികളുണ്ട്. അതിനൊക്കെ എന്താ ആവശ്യമാണെന്നാണ് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂ ബാധകമാണ്. ഓക്കെ അല്ലേ. ഇനി ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാ? ജുഡീഷ്യൽ റിവ്യൂ അമേരിക്കയിൽ നിന്നാണ് അല്ലെ. മൗലിക അവകാശങ്ങൾ അല്ലെ, അതൊക്കെ എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണെന്ന് ഓർക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്നാണ്. ഒന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നു. കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും ഒരുമിച്ച് നിലനിൽക്കും. രണ്ട് നിയമങ്ങളും അസാധുവാകും. കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളതാകും. സംസ്ഥാന നിയമം അതത് സംസ്ഥാനങ്ങളിൽ സാധുതയുള്ളതായിരിക്കും. ഇതിനകത്ത് ഏതാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അവിടെ എന്താ സംഭവിക്കുന്നത്? കേന്ദ്രത്തിലെ നിയമം മാത്രമേ സാധുതയുള്ളതാകുന്നത് അല്ലേ. അതാണ് അവിടെ ആൻസർ വരുന്നത്. കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളതാകും. മനസ്സിലായോ? അതായത് ഏറ്റവും കുറഞ്ഞത് 2 അതിലധികമോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ പാർലമെന്റിന് സംസ്ഥാന വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താൻ സാധിക്കുകയുള്ളൂ. അനുച്ഛേദം 252 അനുസരിച്ച് പാർലമെന്റിന് സംസ്ഥാന വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താൻ സാധിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ഏറ്റവും കുറഞ്ഞത് 2 അതിലധികമോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഏറ്റവും കുറഞ്ഞത് 2 അതിലധികമോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ പാർലമെന്റിന് സംസ്ഥാന വിഷയത്തിനുമേൽ, മനസ്സിലായോ, നിയമനിർമ്മാണം നടത്താൻ സാധിക്കുകയുള്ളൂ. ആർട്ടിക്കിൾ 252 അനുസരിച്ച്. ദേശീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിന് സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താം എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. അത് അനുച്ഛേദം 249 ആണ്. മനസ്സിലായോ? ദേശീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് പാർലമെന്റിന് സംസ്ഥാന ലിസ്റ്റിലുള്ള ശ്രദ്ധിക്കണേ, വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താൻ കഴിയും എന്ന് പറയുന്ന വകുപ്പ് ഏതാ? അനുച്ഛേദം 249 ആണ്. ഓക്കെ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് പാർലമെന്റിന് സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താമെന്ന് പറയാം അല്ലെ. ദേശീയ അടിയന്തരാവസ്ഥയുള്ള സമയത്ത് പാർലമെന്റിന് എന്താണ്? സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താമെന്ന് പറയുന്ന വകുപ്പാണ് 250. 3 ആർട്ടിക്കിളിന്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞു. 249 പറഞ്ഞു, 250 പറഞ്ഞു, 252 പറഞ്ഞു. എന്താണ് 249 പറഞ്ഞത്? ദേശീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിന് സംസ്ഥാന ലിസ്റ്റുകളിലുള്ള വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താം എന്ന് പറയുന്ന വകുപ്പാണ് 249. ഇനി 250 എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് പാർലമെന്റിന് സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താം എന്ന് പറയുന്നതാണ് 250. 252 എന്താണ്? ഏറ്റവും കുറഞ്ഞത് 2 അതിലധികമോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ പാർലമെന്റിന് സംസ്ഥാന വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതാണ് 252. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തയിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത് ഏതാണ്?
ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത് ഏതാണടാ? അത് ബജറ്റാണ് അല്ലേ? ബജറ്റാണ്. ഓക്കെ. സാമ്പത്തിക അച്ചടക്കം മെച്ചപ്പെടുത്താനും രാജ്യത്തെ ധനകാര്യ മാനേജ്മെന്റ് സംവിധാനത്തിൽ സുതാര്യത കൊണ്ടുവരാനും വേണ്ടി കേന്ദ്ര സർക്കാർ 2003 ഒരു നിയമം പാസാക്കി. അത് ഏത് നിയമമാണെന്ന് പറയാൻ പറ്റുമോ? ആ നിയമമാണ് ധന ഉത്തരവാദിത്വ ബജറ്റ് പരിപാലന നിയമം. ഓക്കെ, വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല അതിന്, ഒന്ന് കേട്ടു വെച്ചാൽ മതി. സാമ്പത്തിക അച്ചടക്കം മെച്ചപ്പെടുത്താനും രാജ്യത്തെ ധനകാര്യ മാനേജ്മെന്റ് സംവിധാനത്തിൽ സുതാര്യത കൊണ്ടുവരാനും വേണ്ടി കേന്ദ്ര സർക്കാർ 2003 പാസാക്കിയ നിയമം ധന ഉത്തരവാദിത്വ ബജറ്റ് പരിപാലന നിയമമാണ്. ഓക്കെ, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് അതാണ് കേട്ടോ. ഓക്കെ, ഇനി ഈ ധന ഉത്തരവാദിത്വ ബജറ്റ് പരിപാലന നിയമ ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? യശ്വന്ത് സിൻഹയാണ്. 2000 യശ്വന്ത് സിൻഹയാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി നിലവിൽ വന്നത് എന്നാണ്? ഈ ധന ഉത്തരവാദിത്വ ബജറ്റ് പരിപാലന നിയമം നിലവിൽ വരുന്നത്, പ്രാബല്യത്തിൽ വന്നത് 2004 ജൂലൈ 5-നാണ്. 2004 ജൂലൈ 5-നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്ന് പറഞ്ഞേടാ. ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951-ലാണ് അല്ലേ? 1951 മുതൽ 56 വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി അല്ലേ? ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെട്ടു. ഇതിന്റെ ആമുഖം തയ്യാറാക്കിയത് ഒരു മലയാളിയാണ്, അദ്ദേഹമാണ് KN രാജ്. നിങ്ങൾക്കറിയാം, കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഒക്കെ വന്നു, UGC വന്നു അല്ലേ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. പിന്നെ എന്താ, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് വന്നു. അതുപോലെ ഏതൊക്കെയാണ് നമ്മുടെ ഏതൊക്കെ ഉയിമ്പുർക്ക് നിർമ്മാണശാലകളാണ് വന്നത്? ഏതാടാ, മറ്റേ നമ്മുടെ ദാമോദർ വാലി പദ്ധതി വന്നിട്ടുണ്ട്. അതുപോലെ ബൊക്കാറോ അല്ലേ, ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് വന്നു. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഒക്കെ വന്നത് ഈ ഒരു പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ, അപ്പോൾ 51 മുതൽ 56 വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി, കാർഷിക പദ്ധതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താവേ. എടാ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാടാ? ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ് അല്ലേ? എല്ലാവർക്കും അറിയാം, മുംബൈ ആണ്. എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI രൂപീകൃതമാകുന്നത്? 1935-ലാണ്. എന്നാൽ ഇത് ആക്ട് വരുന്നത് എന്നാണ്? 34-ലാണ്. അറിയാലോ. അപ്പോൾ ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഞാൻ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ വന്നത് ഭക്രാനങ്കലും ഹിരാക്കുഡുമാണ് കേട്ടോ. ബൊക്കാറോ അല്ല, ഭക്രാനങ്കലും ഹിരാക്കുഡുമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്നത്. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇനി ഡോക്ടർ BR അംബേദ്കറിൻ്റെ ദ പ്രോബ്ലം ഓഫ് ദി റുപ്പി ഈസ് ഒറിജിൻ ആൻഡ് സൊല്യൂഷൻ എന്ന പുസ്തകത്തിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമാകുന്നത് കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമാകുന്നത് അംബേദ്കറിൻ്റെ ഏത് പുസ്തകത്തിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ്? ദ പ്രോബ്ലം ഓഫ് ദി റുപ്പി ഇറ്റ്സ് ഒറിജിൻ ആൻഡ് സൊല്യൂഷൻ. ഓക്കെ, ഇനി ഈ റിസർവ് ബാങ്കിലെ മുദ്രയിലെ മൃഗം ഏതാടാ? കടുവയല്ലേ? റിസർവ് ബാങ്ക് മുദ്രയിലെ കടുവ അല്ലേ? കടുവ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയിലെ ബെൽവെഡരെ ഹൗസ് കവാടത്തിലെ പ്രതിമയിൽ നിന്നാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. കൊൽക്കത്തയിലെ ബെൽവെഡരെ ഹൗസ് കവാടത്തിലെ പ്രതിമയിൽ നിന്നാണ് റിസർവ് ബാങ്ക് മുദ്രയിലെ കടുവയെ എടുത്തിട്ടുള്ളത്. വൃക്ഷം ഏതാ? റിസർവ് ബാങ്കിന്റെ മുദ്രയിൽ കാണുന്ന വൃക്ഷം ഏതാടാ? വൃക്ഷം എണ്ണപ്പനയാണ്, അറിയാലോ. ഇനി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പറയാമോ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സുകളെല്ലാം മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരിക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക. ഓക്കെ, നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് നമുക്ക് പിന്നെയും ക്ലാസ് എടുക്കാനൊരു പ്രചോദനമാകുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.